ഈ വേദിയെ സമ്പന്നമാക്കുന്ന മാനേജർ, ഉദ്ഘാടനം ചെയ്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ, സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ആശംസാ പ്രസംഗങ്ങൾ ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എനിക്കൊരു നോട്ട് വീണത്. നമുക്കെല്ലാ വിശ്രമമില്ലാത്ത പരിശ്രമങ്ങളിലൂടെ ഈ വിദ്യാലയത്തിൽ വീണ്ടും ഒരു ബാച്ച് കൂടി എത്തിയെന്ന് ആദ്യം സ്വാഗതം പറഞ്ഞ എലിസബത്ത് ടീച്ചർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് 4 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ഓർമ്മയാണ് പങ്കുവയ്ക്കപ്പെട്ടത്. മറ്റൊന്നുമല്ലാതെ അന്ന് ഈ സ്കൂളിന്റെ മാനേജറായിരുന്ന മൊയ്തീൻകുട്ടി ഹാജി അവറുകള് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം തിരിച്ച് ഈ അധ്യാപകരെയൊക്കെ വേദിയിലിരുത്തി, എലിസബത്ത് ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ, അന്നത്തെ അതായത് ഒരു പാറ്റേൺ അധ്യാപകർ, അന്ന് 2 ബാച്ചോ 3 ബാച്ചോ ആണെന്ന് തോന്നുന്നു, അധ്യാപകരെയൊക്കെ വേദിയിൽ ഇരുത്തിയ ശേഷം ഞങ്ങൾ ഈ ഹയർ സെക്കൻഡറിയിൽ പഠിപ്പിക്കാൻ വന്നവരെയൊക്കെ അത്ഭുതത്തോടെ താഴെയുള്ള തെങ്ങിന്റെ ചുവട്ടിലൊക്കെ നിന്നിങ്ങനെ നോക്കിയ ശേഷം തിരിച്ച് എന്റെ ഓർമ്മ ഹരിതാഭമാണെങ്കിൽ അത് 1998 തിരിച്ച് ഞങ്ങളുടെ LP സ്കൂളിൽ വന്നു. അപ്പോൾ മാനേജറിൽ നിന്ന് തിരക്കല്ല, ഇന്നെന്താ ഇവിടെ കയറാൻ സമയമുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ടീച്ചർ, ശൗന്ദര്യ ടീച്ചറാണ് ടീച്ചർ ചോദിച്ചപ്പോൾ മാനേജർ പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. എനിക്ക് ആദ്യം ഉണ്ടായത് ഈ LP സ്കൂളാണ്, അതിനുശേഷമാണ് എനിക്ക് ബാക്കിയെല്ലാം ഉണ്ടായത്. ഇത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരിടമാണ് എന്ന് പറഞ്ഞതും ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം എനിക്കൊരു ഫോൺ കോൾ വന്നു. കേരളത്തിലൊരു പ്രമുഖ മാധ്യമ ശൃംഖലയിൽ നിന്നാണ് ആ ഫോൺ കോൾ വന്നത്. അപ്പോൾ അതിലെ ഒരു ചോദ്യം എന്നോട് ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ LP സ്കൂളിന്റെ അടുത്തൊരു ഹൈസ്കൂൾ ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയി, ഹൈസ്കൂളിന് അടുത്തൊരു LP സ്കൂൾ ഉണ്ടെന്നാണ് വായിക്കേണ്ടത്. അപ്പൊ ഉപജീവന പരിപാടി എന്തോ നടത്തിയത് കൊണ്ടാണ് എന്നെ അല്പം പൊക്കി പറഞ്ഞതെന്ന് തോന്നുന്നു. എന്താണെങ്കിലും ഈ ഹൈസ്കൂള്, ഈ ഹയർ സെക്കൻഡറി ഒരുപാട് മാനങ്ങൾ വളർന്നിരിക്കുന്നു, ഒരുപാട് ബാച്ചുകൾ വളർന്നിരിക്കുന്നു, ഒരുപാട് പേർക്ക് പഠന സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. മാത്രമല്ല, മുമ്പ് നമ്മുടെ എറണാകുളം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിച്ച കൊച്ച കോഴ്സുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് സൈക്കോളജി, ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് നമ്മൾ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള കോഴ്സുകളായിരുന്നു. ആ കോഴ്സുകളൊക്കെ നമ്മുടെ ഈ മുറ്റത്ത്, ഈ വിഹായസിലും ഇവിടെ എത്തിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഈ ദിവസം ഒരു സുദിനമാണ്. കഴിഞ്ഞ ദിവസം ഒരു കവി സൂചിപ്പിച്ചതുപോലെ എത്രയോളം കോഴ്സുകളും പഠന സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒത്തിരി അനുഗ്രഹമാണ്. കാരണം മനുഷ്യൻ 2 കാലിൽ നടക്കുന്ന ഒരു ജീവിയാണെങ്കിലും അവന് വന്യമായ സ്വഭാവങ്ങളാണ് കൂടുതൽ. അത് ഒരു വളർത്തുമൃഗത്തിന്റെ സ്വഭാവമായി മാറുന്നത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. തീർച്ചയായിട്ടും ഓരോ കോഴ്സ് വരുമ്പോൾ നമ്മൾ കൂടുതൽ സംസ്കാര സമ്പന്നരായി മാറുകയും അത് നാടിന് കൂടുതൽ വെളിച്ചം വരുത്തുകയും ചെയ്യും. ഒത്തിരി സ്നേഹത്തോടെ എന്നെ ഈ ചടങ്ങിനെ ക്ഷണിച്ചപ്പോൾ, കഴിഞ്ഞ ദിവസം ടീച്ചറെ ക്ഷണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം, ഒത്തിരി സന്തോഷമുണ്ട്, ഒരു പുതിയ കോഴ്സ് അല്ലേ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ടീച്ചറിനും അഭിമാനിക്കാം. നല്ല പേരുള്ള, ലോകം മുഴുവൻ അറിയുന്ന ഒരു രാജ്ഞിയുടെ പേരാണ് എലിസബത്ത് ടീച്ചറിന്. അപ്പൊ ടീച്ചറിന്റെ ഈ നേതൃത്വത്തിലെ ഈ പുതിയ കോഴ്സ് ഇവിടെ റൺ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞുട്ടിയാക്കാടെ നേതൃത്വവും ഒപ്പം ഹൈസ്കൂളിലും വളരെ നല്ല പേരുള്ള ഒരു ടീച്ചറാണ് ഗീത എന്നുള്ള പേരും വളരെ ഇതാണ്. പേര് ഇച്ചിരി മോശം എന്തേ ഉള്ളൂ, അത് ഞാൻ അതിന്റെ അപ്പുറം ആയതുകൊണ്ട് എനിക്കും കുഴപ്പമില്ല. തീർച്ചയായിട്ടും നല്ല ഒരു അന്തരീക്ഷത്തിലെ ഈ കോഴ്സ് ഇവിടെ ആരംഭിക്കുമ്പോൾ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയും എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയും ഇതിന്റെ അഭിവൃദ്ധി ഒരുപാട് കാലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ഒരുപാട് പേർക്ക് വിദ്യ പകരാൻ ഈ കലാലയം ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.